വെൽക്കം ടു ഗ്രാസ് ടൂവേഴ്സ്. ഇന്ന് നമുക്കൊരു അൺബോക്സിംഗ് ഉള്ളത്. ഇന്ന് നമ്മളൊരു സൗണ്ട് ബാർ അൺബോക്സ് ചെയ്യാൻ പോവാ. ഈ സൈസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവുണ്ടാവും. ഇന്ന് ഇത്തിരി ചെറിയ അൺബോക്സിംഗ് ആണോ അല്ല ഇമ്മണി വലിയ അൺബോക്സിംഗ് ആണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. സോ ഇതാണ് നമ്മുടെ മുതല്. സെബ്രോണിക്സിന്റെ ജൂക്ക് ബാർ 9750 Pro ആണ്. ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള മുതലാണ്. ഇത് എങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യണതൊക്കെ നമ്മൾ നോക്കാൻ പോവാണ്. സോ വെൽക്കം ടു ദ അൺബോക്സിംഗ്. ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് ബോക്സ് വന്നേക്കുന്നത്. ഈ ബോക്സിനകത്തുള്ള മാർക്കിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ സൗണ്ട് ബാറിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് 2 സാറ്റലൈറ്റ് സ്പീക്കർ ഉണ്ട് എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ബാർ അതിനകത്ത് എത്ര സ്പീക്കർ ഉണ്ട് അതിൻ്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ 5.1 ചാനൽ സറൗണ്ട് സൗണ്ട് ആണ് കൊടുത്തേക്കുന്നത്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വാൾ മൗണ്ട് ചെയ്യാൻ പറ്റും, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അത് തന്നിട്ടുണ്ട്. പിന്നെ സൗണ്ട് ബാറിൻ്റെ അകത്ത് പവർഫുൾ ബേസ് ഉണ്ട്, LED ഡിസ്പ്ലേ ഉണ്ട്, അങ്ങനെ എന്തൊക്കെയുണ്ടോ കുറേയൊക്കെ പ്രിൻ്റ് ഈ സ്ഥലം നിറയ്ക്കാൻ വേണ്ടി അതും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചേച്ചിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആരും അത് ജാൻവി കപൂറിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ മെയിനായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഇനി ഈ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഡയമെൻഷൻസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. പ്രോഡക്റ്റിൻ്റെ ഡയമെൻഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പവർ ടോട്ടൽ വരുന്നത് 525 വാട്ട്സ് ആണ് വരുന്നത്. 525 വാട്ട്സ് ആണ് മൊത്തം ത്രൂ ഔട്ട് എല്ലാത്തിൻ്റെയും കൂടെ കമ്പൈൽ ചെയ്തേക്കുന്ന പവർ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ USB കാർഡൊക്കെ എത്ര സപ്പോർട്ട് ചെയ്യുന്നു അതിനൊക്കെ എന്ത് കഥയാണുള്ളത് എനിക്കറിയത്തില്ല. പിന്നെ സബ്വൂഫർ ഇതിൻ്റെ ഡയമെൻഷൻസ് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. 19 ഇഞ്ച്. ഇത് സപ്പോസ് നിങ്ങൾക്ക് ഫിറ്റ് ആവുമെന്നൊക്കെ അറിയണമെന്നുള്ള ആൾക്കാർ ചുമ്മാ നോക്കിയാൽ മതി, പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി, കറക്റ്റ് മനസ്സിലാവും. സോ ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഈ ബോക്സിനകത്തുള്ളത്. നമുക്ക് മേളിൽ നിങ്ങൾക്ക് സൗണ്ട് ബാർ കാണാനായിട്ട് പറ്റും. സൗണ്ട് ബാറിൻ്റെ താഴെ ഇരിക്കുന്ന നമ്മുടെ സബ്വൂഫറാണ്. 2 സാറ്റലൈറ്റ് സ്പീക്കർ, ഒന്നിവിടെ ഒന്നിവിടെ, റിയറിൽ വരുന്ന 2 സാറ്റലൈറ്റ് സ്പീക്കർ ഉണ്ട്. പിന്നെ കൂടെ വരുന്ന അൽക്കുലത്തെ സാധനങ്ങളൊക്കെയാണ്. ഇതൊരു HDMI കേബിളാണ്. HDMI കേബിൾ ഉണ്ട്. പിന്നെ ഒരു RC കേബിൾ ഉണ്ട്. പിന്നെ ഏതാണ് ഇത് പവർ കേബിളാണ്. പിന്നെ കൊടുത്തേക്കുന്നത് ഇത് ഒട്ടിച്ച് വെക്കാനുള്ള ഡബിൾ സൈഡ് സ്റ്റിക്കറൊക്കെയാണ്. നമ്മുടെ സാറ്റലൈറ്റൊക്കെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാനുള്ള സ്റ്റിക്കറുകളാണ് തന്നേക്കുന്നത്. റിമോട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള റിമോട്ടാണ്. ഈ സ്വിച്ചസ് അടിപൊളിയായിട്ടുണ്ട്, ഒരു പർപ്പിൾ കളർ കൊടുത്തേക്കുന്നത്. പിന്നെ വാൾ മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂസ് ഉണ്ട്. വാൾ മൗണ്ട് ചെയ്യാനുള്ള മറ്റേ കമ്പികളൊക്കെയാണ്. ഇതുപോലെ ഈ സാറ്റലൈറ്റിന് പവർ കൊടുക്കാനായിട്ടുള്ള ഒരു അഡാപ്റ്റർ കൂടിയുണ്ട്. നമ്മൾ വയർലെസ് സാറ്റലൈറ്റ് എന്ന് വിളിക്കുമ്പോൾ ശരിക്കും അതിന് പവർ അത്യാവശ്യമില്ല. എങ്ങനെയാണ് വർക്ക് ചെയ്യുക? വയർലെസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക ശരിക്കും ഓഡിയോ കേബിൾ കൊടുക്കണ്ട എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ സബ് സാധാരണ എല്ലാ സബ്ബുകളെയും പോലെ സൈഡ് ഫയറിംഗ് ആയിട്ടുള്ള സബ്വൂഫറാണ്. ഇതിന്റെ സ്പെക്ക് വരുന്നത് 150 വാട്ട് ആയിരിക്കും. ഇത് 150 വാട്ടും. പിന്നെ നമ്മുടെ സാറ്റലൈറ്റ് സ്പീക്കർ കാണാൻ കുഴപ്പമില്ലാത്ത ഡിസൈൻ ആണ് കേട്ടോ. അപ്പൊ ഈ 2 എണ്ണത്തിനൂടെ 75 അങ്ങനെ 150 വാട്ട്സ് ഈ സാറ്റലൈറ്റുകളുടെയും നമ്മുടെ ബാക്കിൽ ഫിറ്റ് ചെയ്യുന്നതിന്റെയും, പിന്നെ ഇതിന്റെ 150ഉം നമ്മൾ പറയാം സൗണ്ട് ബാറിന്റെ 225 കൂട്ടുമ്പോൾ മൊത്തം 525 വാട്ട്സ് ആയിരിക്കും ഇതിന്റെ പവർ ഔട്ട്പുട്ട് വരുന്നത്. ഇതൊരു വലിയ ഔട്ട്പുട്ട് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് എല്ലാം കൂടെ കമ്പൈൽ ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡീസന്റ് ഔട്ട്പുട്ട് തന്നെയാണിത്. നമ്മുടെ സൗണ്ട് ബാർ നിങ്ങൾ നോക്കിക്കോ. സൗണ്ട് ബാറിൽ കൺട്രോൾ ബട്ടൺസ് വരുന്ന ഒന്ന് സോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ വോളിയം കൂട്ടാനുള്ളത്, വോളിയം കുറയ്ക്കാനുള്ളത്, ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ബട്ടൺ ഉണ്ട്. ഇതിന്റെ കണക്ടിവിറ്റി ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ ബാക്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ കാണാൻ പറ്റുമായിരിക്കും. ഇവിടെ നോക്കിക്കോ, ഇവിടെ പവർ കണക്ട് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ ഒപ്റ്റിക്കൽ കേബിളിനുള്ള ബട്ടൺ ഉണ്ട്. പിന്നെ സബിലേക്കുള്ള ഔട്ട് ബട്ടൺ, ഒപ്റ്റിക്കൽ കേബിളിനുള്ള ഔട്ട്, പിന്നെ ഏതാണ് ഓക്സിനുള്ളതുണ്ട്. അതുപോലെ തന്നെ USB പോർട്ട് ഉണ്ട്, HDMI പോർട്ട് ഉണ്ട്. HDMI eARC ആണ് വരുന്നത്. അതായത് TVയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ TV ഓഫ് ചെയ്താൽ തന്നെ ഈ സംഭവം ഓഫ് ആവും. അല്ലാതെ രണ്ടും സെപ്പറേറ്റ് ഓഫ് ആക്കേണ്ടതും ഓൺ ആക്കേണ്ടതും അങ്ങനെ ആവശ്യമൊന്നും വരത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് കണക്ടിവിറ്റീസ്. പിന്നെ നിങ്ങൾ നോക്കിക്കേ, സാധാരണ 1, 2, 3 ഫ്രണ്ട് ഫയറിംഗ് ആയിട്ടുള്ള സ്പീക്കറുകളാണ് സാധാരണ വരാറുള്ളത്. പക്ഷെ ഇത് ഡോൾബി അറ്റ്മോസ് ആയതുകൊണ്ട് ടോപ്പ് ഫയറിംഗ് ആയിട്ടുള്ള 2 എണ്ണം കൂടി ഇവിടുന്ന് വരുന്നുണ്ട്. കുറച്ച് വലിയ സ്പീക്കർ ഇവിടെ ഇരിക്കുന്ന 3 എണ്ണമാണ്. 2.5 ഇഞ്ചിന്റെ ഡ്രൈവറാണ്. 2 ഇഞ്ചിന്റെ 2 ഡ്രൈവർ കൂടി ആകുമ്പോൾ ടോട്ടൽ ഇതിന്റെ ഔട്ട്പുട്ട്, ഈ സൗണ്ട് ബാറിന്റെ ഔട്ട്പുട്ട് 225 വാട്ട്സ് ആയിരിക്കും. ഇതിന്റെ ഡോൾബി അറ്റ്മോസ് സെറ്റപ്പും
ഈ സംഗതികളൊക്കെ കണ്ട് വില ഇവർ പ്രിന്റിൽ കൊടുത്തേക്കുന്ന 10,60,000 രൂപയ്ക്ക് അടുത്താണ്. അന്ന് കണ്ട് പേടിക്കണ്ട. 22,000 രൂപയാണ് ഏറെക്കുറെ. 22,000 റുപ്പീസാണ് സാധാരണ നമ്മൾ ആമസോണിലും അതുപോലെ ഇ കൊമേഴ്സ് സൈറ്റുകളിലൊക്കെ കാണുക. ഏറ്റവും കുറഞ്ഞ ഓഫറിൽ ഏറ്റവും മാക്സിമം നമുക്ക് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടിയ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 19,000 രൂപയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ വിലയ്ക്ക് ഈ മുതൽ വെർത്താണോ, ശരിക്കും അറ്റ്മോസിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ എന്തായാലും. അപ്പോഴേ എനിക്ക് പറയാനുള്ളത് സൗണ്ട് കൊള്ളാം, പൊളിയാണ്. നല്ല ബേസ് ലെവൽ ഉണ്ട്. ആ ഡോൾബിയുടെ ഉണ്ടല്ലോ, നമ്മൾ ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേളിലൂടെ ഒരു വിമാനം പോയാലും ഇപ്പോൾ പോകുന്ന കറക്റ്റ് ഫീൽ ചെയ്യുക. നമ്മുടെ റൂഫിൽ സ്പീക്കർ വെച്ചിട്ട് ഹാങ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. തിയേറ്ററിലൊക്കെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് റൂഫിൽ പിടിപ്പിക്കാൻ സ്പീക്കറൊന്നും തരുന്നില്ലെങ്കിലും ആ സൗണ്ട് ബാറിലെ ടോപ്പ് ഫയറിംഗ് ആയിട്ടുള്ള ആ 2 സ്പീക്കർ കാരണം നമുക്ക് കുറച്ചൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു തിയേറ്ററിൽ നമ്മൾ എങ്ങനെയാണോ ഇരിക്കുക ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അത്യാവശ്യം കിട്ടും. ഇപ്പോൾ ഒരു ഒത്തിരി വലിയ ഹോളിലൊന്നും കൊണ്ടുപോയി സെറ്റ് ചെയ്ത് അതിനുള്ള വകുപ്പ് ഇതില്ല. ഒരു 8 മീറ്റർ വരെ മാക്സിമം ബാക്കിലോട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സ്പീക്കർ വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പോൾ ബാക്കിൽ 2 സാറ്റലൈറ്റും ഫ്രണ്ടിൽ സൗണ്ട് ബാറും ഈ സബ്വൂഫറും കൂടെ ആകുമ്പോൾ അത്യാവശ്യം ഒരു നല്ല സിനിമയൊക്കെ നല്ല ക്വാളിറ്റിയിൽ സ്ട്രീം ചെയ്ത് അറ്റ്മോസ് ഔട്ടുള്ള സാധനമൊക്കെ ഏറെക്കുറെ അതുപോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ വിലയ്ക്ക് കിട്ടുന്ന ഇങ്ങനെ അറ്റ്മോസിന്റെ എക്സ്പീരിയൻസ് കിട്ടുന്ന വേറെ സാധനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ അറ്റ്മോസ് ഇല്ല, ഡോൾബി ഓഡിയോ മാത്രം മേളിൽ നിന്നുള്ള ആ ഒരു ടോപ്പ് വയറിംഗ് ഇല്ലാത്ത വേറെ സോണിയുടെ ഒക്കെ ചിലപ്പോൾ കിട്ടിയേക്കും. പക്ഷേ ഈ വിലയ്ക്ക് ഡോൾബി അറ്റ്മോസ് കിട്ടുന്നത് ഇതായിരിക്കും, സെബ്രോണിക്സിന്റെ ആയിരിക്കാം ഒരു പക്ഷെ. കൊള്ളാം നല്ലതാണ്. സൗണ്ടിന്റെ ആ പ്യൂരിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി ബാക്കിയുള്ള സോണിയായിട്ടോ JBL ആയിട്ടോ അത്രയ്ക്ക് അങ്ങ് കമ്പയറബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് വിലക്കുള്ളതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളിത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്യുക. നമ്മുടെ ഇപ്പോൾ ഫസ്റ്റ് അൺബോക്സിംഗ് ആണ്, ഇനി കുറേ ദിവസം ഉപയോഗിച്ചാലേ എങ്ങനെയാണ് ഫുള്ള് ത്രൂ ഔട്ട് എക്സ്പീരിയൻസ് അറിയത്തുള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീണ്ടും കാണാം നമുക്ക്. അപ്പോൾ ബൈ ഫ്രം ഗ്രാസ്മാസ്.